ഈ പരിപാടിയുടെ വിഷയ അവതരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജിഹാദ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ഒരു കേൾവിക്കാരാണ്, കേട്ടിട്ടുള്ളവരാണ്, അറിയുന്നവരാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ജിഹാദ് ആളുകളുടെ മനസ്സിൽ കുടികൊള്ളുന്നത് കേവലമായ ഒരു ത്യാഗപരിശ്രമത്തിനപ്പുറത്ത് ആയുധമെടുത്ത്, പ്രത്യേകിച്ച് അമുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ആയുധമെടുത്തുകൊണ്ട് തന്നെ അവരെ നശിപ്പിക്കണം എന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ജിഹാദിന്റെ പേരിൽ IS മലയാളികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ നാവിൽ നിന്ന്, അതിന്റെ വസ്തുത നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ നമുക്ക് ഇടയിൽ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക പശ്ചാത്തലമുണ്ട് ഇതിന്. ഈ രംഗത്ത് ഖുർആൻ എന്തു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എങ്ങനെ നമുക്ക് അതിനെ പഠിപ്പിച്ചു തരുന്നു, അതിനുമപ്പുറം പ്രവാചകന്റെ പ്രായോഗിക ജീവിതം, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ചര്യകളുടെയും പ്രായോഗികമായ ഒരു നടപടിക്രമങ്ങൾ സ്വഹാബികൾ അതെങ്ങനെ കാണിച്ചു തന്നു, പ്രവാചകന്റെ ചരിത്രം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതിലേക്കൊന്നും ആരും ചർച്ചകൾ കൊണ്ടുപോകാറില്ല. മറിച്ച് അഫ്ഗാനിന്റെയോ സിറിയയുടെയോ ഒക്കെ മലമടക്കുകളിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് വിടുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വോയിസ് ക്ലിപ്പുകളെ ചർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമും മുസ്ലിങ്ങളുമെല്ലാം വലിയ ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അയൽവാസികൾക്കിടയിൽ കൂടി പരന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് അമുസ്ലിംകളോട് ഇടപഴകേണ്ടത് എന്നും എങ്ങനെയാണ് അത്തരം ഇടങ്ങളിൽ ജിഹാദ് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് എന്നുമൊക്കെയുള്ള ഒരു വിശദീകരണങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ഈ പരിപാടി ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഇതിന്റെ ശബ്ദ സന്ദേശങ്ങൾ, ഇതിന്റെ വീഡിയോകൾ നമ്മുടെ എല്ലാവരുടെയും പരിശ്രമ ഫലമായി അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉദ്ദേശം സാർത്ഥകമാകും, ലക്ഷ്യം സാർത്ഥകമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള പരിപാടികൾ ഇനിയും കേരളത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ആ നിലക്കുള്ള ഒരു ആമുഖം എന്നുള്ള നിലയിൽ, ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ പരിപാടിയുടെ പ്രത്യേകത എന്തുകൊണ്ടും പ്രസക്തമാണ്. ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഇന്റലക്ച്വൽ ഹബിന്റെ കോർഡിനേറ്റർ കൂടിയായ ബഹുമാന്യനായ സദാദ് അബ്ദുസ്സമദ് അവറുകളാണ്. അതിനുശേഷം വിഷയാവതരണത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യോത്തര സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ ചോദ്യോത്തര സെഷനിലും നിങ്ങളുടെ ഏവരുടെയും പൂർണ്ണമായ ഇടപെടലുകൾ, പങ്കാളിത്തം ആവശ്യപ്പെടുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയാവതരണത്തിന് വേണ്ടി ബഹുമാന്യനായ സദാദ് അബ്ദുസ്സമദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിഹാദും IS ദുർവ്യാഖ്യാനങ്ങളും എന്ന തലക്കെട്ടിന് കീഴിൽ ഇന്റലക്ച്വൽ ഹബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഓപ്പൺ ഫോറത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളികളെ തേടിയെത്തിയ ഒരു ഭീകരവാദിയുടെ സന്ദേശം അധികം ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. കേരളത്തിൽ
പലവിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സന്ദേശം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്ന് കരുതുന്ന ഒരു IS ഭീകരവാദിയുടെ പ്രസ്തുത സന്ദേശത്തിൽ ഒരു ശരാശരി മനുഷ്യന് കേൾക്കാൻ പോലും അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന ഭാഷയിൽ ഒരു വിഷം തുപ്പുന്ന സംസാരം മലയാളികളെ തേടിയെത്തുകയുണ്ടായി. സൗഹൃദത്തിലും സമാധാനത്തിലും കഴിയുന്ന കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന പ്രസ്തുത സന്ദേശം ഇസ്ലാമിനെ ഭീകരവൽക്കരിക്കാനും ഇസ്ലാമിലെ ജിഹാദിനെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇസ്ലാമിന് നേരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകളെ അതിനെയെല്ലാം ശരിവെക്കുന്ന തരത്തിൽ ഒരു ഭീകരവാദി തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇതുപോലൊരു പ്രോഗ്രാമിന് ഈ കോഴിക്കോട് ടൗൺ ഹാൾ വേദിയാകുന്നത്. ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒട്ടനേകം ഭീകര പ്രസ്ഥാനങ്ങൾ കടന്നുവരികയുണ്ടായി. വംശീയതയുടെയും ദേശീയതയുടെയും താൽപര്യങ്ങളെ മുൻനിർത്തി മതത്തിന്റെ പേരിലും വംശങ്ങളുടെ പേരിലും ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് ഭീകര സംഘടനകൾ, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയെ പോലെ, ശ്രീലങ്കയിലെ LTTE പോലെ, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന അൽ-ഖായിദയെ പോലെ ഒട്ടനേകം ഭീകര സംഘടനകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 2014 ജൂൺ മാസത്തിന്റെ അവസാനത്തിൽ ഇറാഖിലെ ഒരു പള്ളിയിൽ താൻ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ഖലീഫയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു ഭീകരവാദി പ്രത്യക്ഷപ്പെടുകയും ലോകത്തെ മുസ്ലിങ്ങൾ തനിക്ക് പിന്നിൽ അണിനിരക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ സ്ഥാപിച്ചു എന്നും ആ രാഷ്ട്രത്തിന്റെ ഖലീഫയായി താൻ അവരോധിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അബൂബക്കർ അൽ ബഗ്ദാദി പ്രത്യക്ഷപ്പെടുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ISIS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തുടക്കത്തെ നമുക്ക് അങ്ങനെ കാണാം. പക്ഷേ ആ സംഘടന ഇറാഖിലും സിറിയയിലും രൂപം കൊള്ളുന്നതിന് പ്രത്യേകമായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശവും അമേരിക്ക പല കാലഘട്ടങ്ങളിൽ നടത്തിയ അവരുടെ വിദേശ നയങ്ങളുടെയുമെല്ലാം പരിണിത ഫലമായിട്ടാണ്
പ്രസ്തുത സംഘടന അവിടെ രൂപം കൊള്ളുന്നത് എന്ന് അത് സംബന്ധമായ പഠനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അൽ-ഖായിദയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ഭീകരവാദികൾ ഇറാഖിലും പരിസരത്തും ഉണ്ടായിരുന്ന മറ്റനേകം ഭീകര സംഘങ്ങളെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഒരൊറ്റ സംഘടനയായി മാറുന്ന കാഴ്ചയാണ് ഇറാഖിൽ നടന്നത് എന്ന് പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ചർച്ചകളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ലോകത്തൊട്ടനേകം ഭീകര പ്രസ്ഥാനങ്ങൾ കടന്നുവന്നുവെങ്കിൽ കൂടി ISIS എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയ്ക്ക് മറ്റുള്ള ഭീകര പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, അത് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ വാക്കുകളാകട്ടെ, ലോകത്തിനു മുമ്പിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഭീകരകൃത്യങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളാകട്ടെ, അവയെല്ലാം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് നേർക്കുനേരെ കാണുവാനോ കേൾക്കുവാനോ കഴിയാത്തവണ്ണം അങ്ങേയറ്റം മൃഗീയവും പൈശാചികവുമാണ് എന്ന് മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ISIS പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അവർ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വലിയ ആലോചനകളില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ട് എന്നാൽ ആഗോളവൽക്കരണത്തിന്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഭീകര പ്രസ്ഥാനം തങ്ങളുടെ കാലുറപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോകത്തേക്ക് മുഴുവൻ പ്രസരിപ്പിക്കുന്ന തരത്തിൽ അവർ തയ്യാറാക്കിയ ഹൈ ഡെഫിനിഷൻ വീഡിയോകളിലൂടെ പാലും തേനും ഒഴുകുന്ന സ്വർഗരാജ്യത്തിലേക്ക് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും അവർ ക്ഷണിക്കുകയാണ്. മുതലാളിത്ത ലോകത്ത് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് മനുഷ്യർക്ക് നേരെ നിറയൊഴിക്കുന്ന ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് ഇന്റർനെറ്റിലൂടെ അവർ പ്രചരിപ്പിക്കുകയാണ്. അങ്ങേയറ്റത്തെ ഗവേഷണങ്ങളുടെ ഫലമായി മാത്രം രചിക്കപ്പെടാവുന്ന പ്രസിദ്ധീകരണങ്ങൾ മൾട്ടി കളറിൽ അവർ വിതരണം ചെയ്യുകയാണ്. ആളുകൾക്ക് മുമ്പിൽ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതുവഴി യൂറോപ്പിലെയും അമേരിക്കയിലെയും ഏഷ്യയിലെയും അറേബ്യയിലെയും ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുമുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇറാഖിലേക്കും ഷാമിലേക്കും ISISന്റെ വിളിക്കുത്തരമായി കടന്നു വന്ന ആളുകളെ പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും രഹസ്യാന്വേഷണ ഏജൻസികളും ഇത് സംബന്ധമായി പഠനം നടത്തിയ അക്കാഡമീഷ്യന്മാരുടെയും രചനകൾ പരിശോധിക്കുകയാണ് എങ്കിൽ വ്യത്യസ്ത മനോനിലകളിലുള്ള ആളുകളെ അവിടേക്ക് എത്തിക്കുവാൻ ISISന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ആത്മരതി അനുഭവിക്കുന്ന, അതിലൂടെ ആത്മഹർഷം അനുഭവിക്കുന്ന ഒട്ടനേകം ചെറുപ്പത്തെ ഇറാഖിലെയും ഷാമിലെയും മരുഭൂമിയിലേക്ക് എത്തിക്കുവാൻ ISISന് കഴിഞ്ഞിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടു ശീലിച്ച വെടിക്കോപ്പുകളും ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ കയ്യിലേന്തുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ചെറുപ്പങ്ങൾ ഇറാഖിൽ എത്തിയിട്ടുണ്ട് എന്ന് വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സാൻമാർഗിക ജീവിതവും നയിച്ചിട്ടില്ല എന്നും അധാർമികതയിൽ മുങ്ങിക്കുളിച്ച ജീവിതം നയിച്ച ആളുകൾ പോലും മനോരോഗികളായിക്കൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെട്ടുവെന്ന് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കേണ്ടത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമാണ് എന്നും ലോകത്തൊരൊറ്റ ഇസ്ലാമിക രാഷ്ട്രമില്ല എന്നും ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നവരെല്ലാം മുർത്തദുകളാണ്, മതവിരുദ്ധരാണ്, മതനിഷേധികളാണെന്ന് പറഞ്ഞുകൊണ്ട്
ഭരണാധികാരികൾക്കെതിരിൽ യുദ്ധങ്ങൾ നയിക്കുവാൻ കൽപ്പനകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് ജീവിക്കണോ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്വാഗതം എന്ന് പറയുന്ന പ്രൊപ്പഗണ്ടകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ISIS ഇറാഖിലേക്കും ഷാമിലേക്കും അവരുടെ നാടുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ഉപായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ISIS ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചത്. അവരുടെ പ്രൊപ്പഗണ്ട വീഡിയോകൾ ഇന്റർനെറ്റിലൂടെ പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ ആസൂത്രണത്തോടുകൂടി ലോകത്ത് പ്രത്യക്ഷപ്പെട്ട പ്രസ്തുത ഭീകര സംഘടന മനുഷ്യർക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരുന്നത് എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ അവർ പറയാൻ ശ്രമിച്ചത് ഇതാണ് ഇസ്ലാം എന്നും ഇതാണ് ജിഹാദ് എന്നും, ലോകത്തെ മുസ്ലിങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ, നിങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണോ ഇങ്ങോട്ട് കടന്നു വരുവിൻ, നിങ്ങൾക്ക് മുജാഹിദുകളാകണോ ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പോരാടാം എന്നായിരുന്നു. പക്ഷേ ആ പൈശാചികത, ആ ഭീകരകൃത്യങ്ങൾ, അതിനെ പിന്തുടരുവാൻ ലോകത്ത് അവർക്ക് ലഭിച്ചത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തുലോം വിരളമായ ആളുകളെയായിരുന്നു. ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ വിഭാഗം അവർക്കെതിരെ ഫത്വകൾ പുറപ്പെടുവിക്കുകയും ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരും രാഷ്ട്രങ്ങളും ഭരണാധികാരികളും ആ പ്രസ്തുത സംഘത്തിനെതിരെ ഫത്വകളിലൂടെ ദിശ ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളിലൂടെ സൈനിക നടപടികളിലൂടെ ചെറുത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദാണ് എന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ജിഹാദ് ചെയ്യണോ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇസ്ലാമിലെ ജിഹാദ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും അറിയിക്കുവാനുമുള്ള വേദികൾ ആവശ്യമാണ് എന്ന് കരുതുകയാണ്. ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദം ഏതെന്ന് ചോദിച്ചാൽ അത് ജിഹാദ് എന്നായിരിക്കും അതിനുള്ള ഉത്തരം. ജിഹാദ് എന്ന ശബ്ദം ലോകത്ത് വ്യത്യസ്ത തരങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വ്യത്യസ്ത തരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ജിഹാദ് എന്ന് പറയുന്ന പദത്തെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ടേമുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലവ് ജിഹാദ് മുതൽ ബെഡ്റൂം ജിഹാദ് വരെയുള്ള ടെർമിനോളജികൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൽ പോലും ഉപയോഗിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ ജിഹാദ് എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ ആളുകൾ വളരെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ് എന്ന് ചോദിച്ചാൽ ലോകത്തെ മുസ്ലിം സമൂഹം അതിന് കൃത്യമായ മറുപടികൾ പല കാലങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജിഹാദ് എന്ന് പറയുന്ന ശബ്ദം അറബി ഭാഷയിലെ ജാഹദ എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ളതാണ്. അങ്ങേയറ്റ ത്യാഗ പരിശ്രമങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമികമായ ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് ആ പ്രസ്തുത പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് ദൈവിക മാർഗത്തിൽ ഒരു മനുഷ്യൻ സഹിക്കുന്ന ത്യാഗനിർഭരമായ അവസ്ഥയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദിനെ പണ്ഡിതന്മാർ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നതായും പല തരങ്ങളിലേക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്നു. ജിഹാദ് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മുറപ്രകാരം ജിഹാദ് ചെയ്യുക, നിങ്ങളെ ഉത്കൃഷ്ടരായി അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ പൂർവികനായ ഇബ്രാഹിമിന്റെ മാർഗമത്രയത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദിനെ സംബന്ധിച്ച് കൃത്യമായി മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അഥവാ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കർമ്മമായിട്ടാണ് ഇസ്ലാം ജിഹാദിനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ജിഹാദ് എന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത തരത്തിലുള്ള ജിഹാദ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ അത് നമുക്ക് പലതരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട
സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട ജിഹാദുണ്ട്. ജിഹാദു നഫ്സ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അധാർമികൾക്കെതിരെ നിലകൊള്ളുവാനും അനീതികൾക്കെതിരെ നിലകൊള്ളുവാനും മനസ്സിന്റെ ഇച്ഛകൾക്കെതിരെ ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുവാനുമുള്ള മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനത്തെ, മനുഷ്യ മനസ്സിന്റെ ചാഞ്ചല്യത്തെ പിടിച്ചു നിർത്തുന്ന പ്രക്രിയയെ ജിഹാദു നഫ്സായി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൈശാചികമായ സ്വാധീനത്തിൽ മനുഷ്യർ തെറ്റുകളിലേക്ക് പോകുമ്പോൾ ആ പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷ നേടുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശൈത്താനെതിരെയുള്ള, പിശാചിനെതിരെയുള്ള ജിഹാദായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. മാത്രമല്ല, കുടുംബത്തോടും നാട്ടുകാരോടും മാതാപിതാക്കളോടും രാഷ്ട്രങ്ങളോടും ഒരു മനുഷ്യൻ നന്മയിൽ വർത്തിക്കുവാനും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും നാട്ടിലെ കുഴപ്പങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കുവാനും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ജിഹാദായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ജിഹാദിനെ നമുക്ക് പ്രമാണങ്ങളിൽ കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, ജിഹാദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കും, ഇത് മാത്രമാണോ ജിഹാദ് എന്ന്? ഇസ്ലാം ഒരുപാട് യുദ്ധങ്ങൾക്ക് പ്രവാചകന്റെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിങ്ങൾ സന്നദ്ധരായിട്ടില്ലേ, അത് ജിഹാദാണോ എന്ന് ചോദിക്കും. അതെ എന്ന് തന്നെയാണ് ഉത്തരം. യുദ്ധങ്ങൾ ഇസ്ലാം ജിഹാദായിട്ട് തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിലെ സായുധമായ മുന്നേറ്റങ്ങൾ ജിഹാദായിട്ട് തന്നെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ജിഹാദുകൾക്ക് പ്രത്യേകമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പ്രത്യേകമായ നിബന്ധനകളും ഉണ്ട് എന്ന് മാത്രം. ആ നിബന്ധനകൾ എന്താണ് എന്നും ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായി നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് മാത്രം പ്രവേശിച്ചാൽ മതിയാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ പരിശോധനാ വിധേയമാക്കുകയാണ് എങ്കിൽ, വിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മൾ പഠനങ്ങളുമായി കടന്നു ചെല്ലുകയാണ് എങ്കിൽ എന്താണ് ജിഹാദ് എന്ന് നമുക്ക് മനസ്സിലാക്കുക നിഷ്പ്രയാസം സാധ്യമാണ്. ഇസ്ലാമിലെ ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുന്നത് മുതൽ 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നത് വരെയുള്ള സന്ദർഭങ്ങളിൽ ജിഹാദിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, ജിഹാദിന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിൽ നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ജിഹാദിനെ കാണുവാൻ കഴിയുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിന്റെ ഏകാരാധ്യതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന സാഹചര്യം, ജനങ്ങളിൽ നിന്ന് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങുകയാണ്. ആളുകൾ ഇസ്ലാമിനെതിരെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനിൽ വിശ്വസിച്ച അനുയായികളും വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. ഈ പ്രക്രിയ, ഈ പ്രവർത്തനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം മക്കയിൽ നിർവഹിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിനെ ഇസ്ലാം പറഞ്ഞു തരുന്നത്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളത് വലിയ ജിഹാദായിട്ടാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് ഫലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ സത്യനിഷേധികൾ അനുസരിച്ച് പോകരുത്, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് വലിയ ജിഹാദ് ചെയ്യുക പ്രവാചകരെ എന്ന്. വലിയ ജിഹാദ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്, അഥവാ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ജനങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന വലിയ ജിഹാദ്, അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനെയാണ് വിശുദ്ധ ഖുർആൻ ജിഹാദായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലെ ജിഹാദായി നമുക്ക് പറഞ്ഞു തരുന്നത്. മക്ക ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യാതൊരു തരത്തിലുള്ള സായുധ നീക്കങ്ങളിലേക്കും കടന്നു ചെന്നിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ ഒട്ടനേകം പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിന്ന സന്ദർഭത്തിൽ പോലും അവർ സായുധരായ സംഘടനത്തിന് ഒരുങ്ങിയിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രവാചകനെ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി, പ്രവാചകനിൽ വിശ്വസിച്ച അവിടുത്തെ അനുചരന്മാർക്ക് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അവരൊരിക്കൽ പോലും ആയുധം കയ്യിലേന്തിക്കൊണ്ട് മക്കയിലെ ജനങ്ങളെ കൊന്നെടുക്കുവാനും അവർക്കെതിരെ പ്രതിരോധിക്കുവാനും തയ്യാറായില്ല എന്നത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമ അവലംബിക്കുകയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വലോക രക്ഷിതാവിന് മുമ്പിൽ
പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രവാചകൻ മക്കയിൽ അച്ചടക്കമുള്ള ഒരു പൗരനായിരുന്നു. ആ നാടിന്റെ നിയമങ്ങളെ മാനിച്ചുകൊണ്ട്, ആ ഗോത്ര വ്യവസ്ഥകളെ മാനിച്ചുകൊണ്ട് ജീവിച്ച അച്ചടക്കമുള്ള ഒരു പൗരൻ. അവിടുത്തെ സ്വഹാബത്തും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സായുധ ജിഹാദ് നമുക്ക് എവിടെയാണ് കാണുവാൻ കഴിയുന്നത്? അത് തീർച്ചയായും മദീനയിൽ വെച്ചാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ജിഹാദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ജീവിതം ദുഷ്കരമാകുന്ന ഒരു സന്ദർഭത്തിൽ ഹിജ്റ നടത്തുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മക്കയിൽ യാതൊരു തരത്തിലും ഇസ്ലാമികമായി ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോൾ, ഇസ്ലാമിക പ്രബോധനം സാധ്യമല്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹിജ്റ ചെയ്യുകയാണ്. IS മലയാളി പറയുന്നത് പോലെ നമുക്കിടയിൽ അമുസ്ലിങ്ങളുണ്ട്, ആ അമുസ്ലിങ്ങളോടൊത്ത് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരുന്നില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ നടത്തിയത്. അമുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, മുശ്രിക്കുകൾ തിങ്ങിപ്പാർക്കുന്ന മക്കയിൽ അവരുടെ ആഘോഷങ്ങളും അവരുടെ ആചാരങ്ങളുമുള്ള മക്കൻ ജീവിത വ്യവസ്ഥയിൽ അവർക്കൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ നടത്തുന്നത്. പിന്നെയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ ഒരു സാഹചര്യമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിക പ്രബോധനത്തിനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളുമില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തുന്നത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മദീനയിലെത്തിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മദീനയിലെ അവിടത്തുകാരായ ജനങ്ങളുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ ഏർപ്പെടുകയും അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാടിന്റെ ഭരണാധികാരിയായി മാറുകയും ആ നാട്ടിലെ ജനങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മദീനയിൽ വെച്ചും അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം കടന്നു വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ മദീനയുടെ രാഷ്ട്രത്തലവന്റെ നേതൃത്വത്തിൽ സ്വഹാബികൾ ആയുധമേന്തിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് അതിനെ അങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്. ബദർ യുദ്ധത്തിന് പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ അനുയായികൾക്കും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുപക്ഷേ ശത്രുക്കൾ നാളെ മദീനയെ തേടി വന്നാൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മദീനയിലെ ജനങ്ങളുടെ നേതാവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീൻ, അവരുടെ ധനം, അവരുടെ അഭിമാനം, അവരുടെ സ്വത്തും ജീവിതവും സംരക്ഷിക്കേണ്ടത് ആ പ്രവാചകന്റെ ബാധ്യതയായിരുന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മക്കക്കാർ, മദീനയിലെ മുസ്ലിങ്ങളായിരുന്ന ആളുകൾ, അവർ ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി നീങ്ങുന്ന സന്ദർഭം അങ്ങനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതല്ലാതെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുകയും ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ മാത്രം മതിയെന്നും അമുസ്ലിങ്ങളെ തെരഞ്ഞെടുത്ത് പിടിച്ച് വധിക്കുവാനുമുള്ള ഒരു ശ്രമമായിരുന്നു പ്രവാചകൻ നടത്തിയിരുന്നത് എന്ന് ആരെങ്കിലും പറയുകയാണ് എങ്കിൽ അവൻ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, ഇസ്ലാമിക പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അത്തരക്കാർക്ക് എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇസ്ലാമിക ചരിത്രം നമുക്ക് ജിഹാദിനെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിന്റെ തലവനായി നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും മുൻനിർത്തിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സായുധ ജിഹാദ് നടത്തിയതെന്ന് എന്നാണ് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞത്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് പറയുന്ന ഈ ശബ്ദത്തെ പരക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിലെ ജിഹാദിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അതിനഭിനിർമ്മിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ജിഹാദിനെയുമെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ
ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഇന്റലക്ച്വൽ ഹബിനെ പോലെയുള്ള ഒരു കൂട്ടായ്മ തിരിച്ചറിയുകയാണ്. IS സംബന്ധിച്ചിടത്തോളം, ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാൻ ശ്രമിക്കുന്നത് ലോകത്തെ നിരപരാധികളെ കൊന്നൊടുക്കണമെന്ന് തന്നെയാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുവാൻ വേണ്ടി IS പറയുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത് നിരപരാധികളായ ഒരു മനുഷ്യൻ അകാരണമായി ആരെങ്കിലും വധിച്ചാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെയാണ്. അതെല്ലാം ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യനെയും രക്ഷിച്ചവനെ പോലെയാണ്. വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 32-ാമത്തെ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ നമ്മെ ഉണർത്തുകയാണ്. IS ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തോട് പറയുന്നത് ലോകത്തെ മുസ്ലിങ്ങളായ ആളുകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തണമെന്നാണ്. അങ്ങനെ ആരെങ്കിലും മതപരിവർത്തനത്തിന് സന്നദ്ധരാകുന്നില്ല എങ്കിൽ അവരെ കൊന്നുതള്ളണമെന്നാണ് IS ഭീകരവാദികൾ പറയുന്നത്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്, മതം അതാരുടെയും മേൽ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കാനുള്ളതല്ല. മതത്തിൽ ബലാത്കാരമില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ വചനത്തിലൂടെ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വിശ്വാസികളാക്കുമായിരുന്നു. നിങ്ങൾ അവർ വിശ്വാസികളാകുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 99-ാമത്തെ വചനത്തിലൂടെ IS പറയുന്നത്, IS ഭീകരവാദികൾ ലോകത്തോട് പറയുന്നത്, മുസ്ലിങ്ങളെ നിങ്ങൾ ഹിജ്റ ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രത്തിലേക്ക് കടന്നു വരുവിൻ എന്നാണ്. അമുസ്ലിങ്ങളോടൊത്തുള്ള ജീവിതം പാടില്ല എന്നും ബഹുസ്വരതയിൽ ജീവിക്കുവാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നുമാണ് എങ്കിൽ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് അമുസ്ലിങ്ങളോടൊത്ത് ജീവിക്കുവാൻ തന്നെയാണ് എന്നും നാടിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തന്നെയാണ് എന്നുമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. IS സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തോട് പറയുന്നത് ഭീകരതയാണ് എങ്കിൽ ഇസ്ലാമിന് ലോകത്തോട് പറയാനുള്ളത് സമാധാനത്തിന്റെ സന്ദേശമാണ്. IS സംബന്ധിച്ചിടത്തോളം പൈശാചികതയുടെ ദർശനമാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് എങ്കിൽ ഇസ്ലാമിനും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത് മാനവികതയുടെ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിഹാദിനെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഇത്തരം ശ്രമങ്ങൾ ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പിൽ ദിശന കൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അത് കാലഘട്ടത്തിന്റെ ജിഹാദാണ് എന്ന് തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. കാലഘട്ടത്തിന്റെ ജിഹാദ് അത് ദഅവത്താകുന്ന ജിഹാദാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റുധാരണകൾ പരത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചും ജിഹാദിനെ കുറിച്ചും ആളുകൾക്കിടയിൽ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ വൈജ്ഞാനികമായി ചെറുത്തു തോൽപ്പിക്കുക എന്ന ജിഹാദ് ലോകത്തെ മുസ്ലിങ്ങൾ തീർച്ചയായും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ കൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. IS മലയാളികളെ തേടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് IS പ്രൊപ്പഗണ്ട മെറ്റീരിയലുകളിൽ ലോകത്തെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് ആ രാഷ്ട്രത്തിലേക്ക് കടന്നു ചെന്ന ആളുകളിലൂടെ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോകളിൽ ഇംഗ്ലീഷിലും അറബിയിലും ലോകത്ത് മറ്റനേകം ഭാഷകളിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മലയാളികളെ തേടി ഇത്തരം സന്ദേശങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കൃത്യമായ ആലോചനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കാം. അവിടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഇതാണ് അവരുടെ മാർഗമെന്ന് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ പറയുമ്പോൾ ബഹുസ്വരതയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും നാളെ ഇവരും കത്തികളേന്താം എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇസ്ലാമിന്റെ തനത് സന്ദേശം, പ്രാമാണികമായ സന്ദേശം അവതരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം, വലിയ ജിഹാദ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഇന്ത്യയിലെ തലമുതിർന്ന മുസ്ലിം പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ആഴത്തിലുള്ള അറിവുള്ള മുസ്ലിം പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെ കൃത്യമായി ഉണർത്തിയിട്ടുണ്ട്. മൗലാന അബുൽ കലാം ആസാദിനെ തൊട്ട് ഇങ്ങ് കേരളത്തിലെ പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടണമെന്നും അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഭരണഘടനയനുസരിച്ചുകൊണ്ട് ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങളായി ജീവിക്കണമെന്നും
മതനിരപേക്ഷതയും ജനാധിപത്യത്തോടും ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് സ്വീകരിച്ചവരാണ്, അവിടെ നിന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ആത്മാഭിമാനമുള്ളവരായി വളരുവാൻ ഭരണഘടനയെ വിശ്വസിച്ചവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഇന്ന് IS ഭീകരവാദികൾ ഇന്ത്യൻ മുസ്ലിങ്ങളെയും കേരളത്തിലെ മുസ്ലിങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായി നടന്നു വരുമ്പോൾ അവർക്ക് മുമ്പിൽ പ്രതിരോധം തീർക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഉത്തരവാദിത്വം. ഇവിടെ ഈ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. കൂടുതൽ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ, വിവിധ ഭാഗങ്ങൾ നമുക്ക് ചോദ്യോത്തരവേളയിൽ സംവദിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ചോദ്യോത്തരത്തിന് വേണ്ടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു സമയമായി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം കേരളത്തിലേക്ക് പാലങ്ങൾ പണിയുന്നതിന്റെ അപകടകരമായ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആ മതവ്യാഖ്യാനം ഇസ്ലാമികമായി യാതൊരു സാധൂകരണവും ഇല്ലാത്തതാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള വൈജ്ഞാനികമായ ചർച്ചയാണ് ഇത്രയും സമയം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇവരുടെ പേരിൽ തന്നെയുള്ള സൂചനകൾ, ആ സൂചനകളൊന്നും ഇസ്ലാമിന് നിരക്കുന്നതല്ല. ISന്റെ അടിസ്ഥാനപരമായ വാദം ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ എന്നും ഇസ്ലാമികേതര രാഷ്ട്രങ്ങളിൽ അച്ചടക്കമുള്ള പൗരന്മാരായി ജീവിക്കുന്നത് ശിർക്കും കുഫറുമാണ് എന്നും ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കലാണ് ജിഹാദിന്റെ അർത്ഥമെന്നും ലോകത്ത് എല്ലാ ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനങ്ങളെയും ഉണ്ടാക്കി ഒരു അഖില ലോക ഇസ്ലാമിക രാജ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നുമെല്ലാമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സാഹിത്യങ്ങളും പ്രഭാഷണങ്ങളും വീഡിയോ ചിത്രീകരണങ്ങളും എല്ലാം നമ്മളോട് പറയുന്നത്. ഇവയെല്ലാം ഇസ്ലാമിന് അന്യമായ ആശയങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുസ്ലിം സമൂഹത്തിന് സ്വയം നിർണയാവകാശമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുവാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഭരണരംഗത്ത് അവർ ഇസ്ലാമിക ശരീഅത്ത് പിന്തുടരണം എന്നതല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള സങ്കല്പങ്ങളൊന്നും ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പങ്കുവെക്കുന്നില്ല. പ്രവാചകന്മാരിൽ ബഹുഭൂരിപക്ഷവും ജീവിച്ചത് ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനങ്ങളിലാണ്. ആ ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനങ്ങളിൽ ഇസ്ലാമികേതരമായ നിയമവ്യവസ്ഥക്ക് വിധേയമായി ജീവിക്കുന്നത് ശിർക്കാണ് എന്നോ കുഫറാണ് എന്നോ അവരാരും മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച പ്രവാചകന്മാരൊന്നും ഇസ്ലാമികേതര ഭരണകൂടങ്ങളെ അനുസരിക്കുന്നത് ബഹുദൈവാരാധനയാണ് എന്ന് പഠിപ്പിക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരിക്കലും. മറിച്ച് എല്ലാ പൗരന്മാരെയും എല്ലാ പ്രജകളെയും പോലെ അവരെല്ലാവരും ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനങ്ങളിൽ അച്ചടക്കമുള്ള പൗരജീവിതം നയിക്കുകയായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതും എത്യോപ്യയിൽ അബസീനിയയിൽ പ്രവാചകന്റെ ശിഷ്യന്മാർ ജീവിച്ചതും പ്രവാചകന്റെ കാലശേഷം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നുപോയ സഹാബിമാർ ജീവിച്ചതുമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ അബ്സീനിയയിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഹിജ്റ പോയതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഹിജ്റ പോയവരുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടയാളായിരുന്നു ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ അബൂ ത്വാലിബിന്റെ പുത്രൻ. ഈ ജാഫർ ഇബ്നു അബീ ത്വാലിബ് അബ്സീനിയയിൽ തന്നെയാണ് ജീവിക്കുന്നത് മദീന ഉണ്ടായതിനു ശേഷവും. മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം വളർന്നു വന്നതിന് ശേഷം, അവിടെ മക്കയും മദീനയും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായതിനു ശേഷം, അതിനെല്ലാം ശേഷവും ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അബ്സീനിയയിൽ തന്നെ ജീവിക്കുന്നു. ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകത്ത് നിലവിൽ വന്നിരിക്കുന്നു, അങ്ങോട്ട് വേണമെങ്കിൽ പോകാം. എന്നിട്ട് പോലും ഒരു ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ തന്നെ ജീവിതം തുടരുകയാണ് ജാഫർ ഇബ്നു അബീ ത്വാലിബും സംഘവും ചെയ്യുന്നത്. അവർക്കതിൽ മതപരമായി യാതൊരു അനൗചിത്യവും തോന്നുന്നില്ല. അവർ ആ ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ ജീവിക്കുന്നത് ഷിർക്കാണ് എന്നോ കുഫറാണ് എന്നോ അവർ വിചാരിച്ചിട്ടില്ല. ഖൈബർ യുദ്ധത്തിന് ശേഷം
മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി നീണ്ട 7 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ജാഫറും സംഘവും മദീനയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളിൽ നിർഭാഗ്യവശാൽ പല സുഹൃത്തുക്കളും ഇപ്പോൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയുമെല്ലാം അടിത്തറയായ ഇന്ത്യയിലെ രാഷ്ട്രീയ ക്രമം, ആ രാഷ്ട്രീയ ക്രമം ശിർക്കും കുഫറും കലർന്ന രാഷ്ട്രീയ ക്രമമാണെന്നും ആ രാഷ്ട്രീയ ക്രമത്തിൽ നമ്മൾ ഭാഗവാക്കായിക്കൂടാ എന്നും നമ്മൾ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കൂടാ എന്നും അങ്ങനെയെല്ലാം ചെയ്യുന്നത് മതവിരുദ്ധമാണ് എന്നുമെല്ലാം സമർത്ഥിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങൾ, അത്തരം വാദങ്ങൾ അവ ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്നതാണെങ്കിലും അല്ലാത്തവർ പറയുന്നതാണെങ്കിലും അവക്കൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നതാണ് സത്യം. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മന്ത്രിയായി പ്രവർത്തിച്ച പ്രവാചകനെ കുറിച്ച് പറയുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അവിടെ ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമികേതരമായ നിയമവ്യവസ്ഥ പിന്തുടരുന്ന ഒരു രാജ്യത്ത്, ഒരു അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അവിടെയുള്ള രാജാവിനോട് പറഞ്ഞത് ഇന്നി ഹഫീദുൻ അലീം എന്നാണ്. ഇവിടെയുള്ള ഖജനാവുകളുടെ കൈകാര്യം എന്നെ ഏൽപ്പിക്കുക, ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായിരിക്കും. അവിടെ ആ ഖജനാവിന്റെ കൈകാര്യം, ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അമുസ്ലിം രാജാവിന് കീഴിൽ ഇസ്ലാമികേതരമായ ഒരു ഭരണക്രമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇവിടെയുള്ള ഇസ്ലാമികേതര ഭരണക്രമത്തിൽ സജീവമായ രാഷ്ട്രീയ പങ്കാളിത്തവും അധികാര പങ്കാളിത്തവും ഉണ്ടാകുന്നതിന് മതം എതിരല്ല എന്ന് മാത്രമല്ല, മതം അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏത് രാജ്യത്തും ഏത് നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുകയാണെങ്കിലും അവിടെ അച്ചടക്കമുള്ള പൗരജീവിതം നയിക്കുകയും ആ നിയമവ്യവസ്ഥയുടെ ഭാഗമാവുകയും അവിടെ സജീവമായ രാഷ്ട്രീയ പങ്കാളിത്തം ഉണ്ടാക്കുകയുമാണ് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തം എന്നർത്ഥം. അധികാരം കയ്യിൽ കിട്ടിയാൽ അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കണം, ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കണം. അതിനവസരമില്ലാത്ത രാജ്യങ്ങളിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് വിചാരിക്കുന്നവർ നജ്ജാഷി രാജാവിന്റെ ചരിത്രമെങ്കിലും വായിച്ചാൽ മതി. അബിസീനിയ ഭരിച്ചിരുന്ന നജ്ജാഷി രാജാവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അബിസീനിയയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നജ്ജാഷി രാജാവ്, ആ നജ്ജാഷി രാജാവ് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പരമാധികാരിയാണ്, രാജ്യത്തിന്റെ രാജാവാണ്. എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കണം, നജ്ജാഷി അബിസീനിയയെ, എത്യോപ്യയെ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം ശരീഅത്തിനെ അവിടുത്തെ ഭരണവ്യവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം അവിടെയുള്ള ക്രൈസ്തവ ഭരണ സംവിധാനത്തെ മാറ്റി ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമാക്കി അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടില്ല. സാധാരണ പൗരനല്ല നജ്ജാഷി. എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരം കയ്യിലുള്ള കിരീടവും ചെങ്കോലുമുള്ള രാജാവാണ്. ആ രാജാവാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്, ആ രാജാവാണ് ഇസ്ലാം പിന്തുടരുന്നത്. എന്നിട്ട് പോലും രാജാവായിട്ട് പോലും അദ്ദേഹം അബിസീനിയയെ, എത്യോപ്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളും വ്യവസ്ഥിതിയും തന്നെ അദ്ദേഹം പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ബാക്കിയുള്ള രാജാക്കന്മാർ ആ വ്യവസ്ഥയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മദീനയുണ്ടായി, മദീനയിലേക്ക് ഹിജ്റ പോയിട്ടില്ല നജ്ജാഷി. അദ്ദേഹം ഒരു ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനത്തിൽ ഭരണാധികാരിയായി തുടർന്നു. മദീനയും മക്കയും തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. ആ യുദ്ധങ്ങളിൽ മദീനയുടെ സഖ്യകക്ഷിയായി വന്നിട്ടില്ല അബിസീനിയ എന്ന് പറയുന്ന രാജ്യം. ഞാൻ പറയുന്നത്, ഒരു ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ കുഞ്ചിക സ്ഥാനത്ത് നജ്ജാഷിയെ പോലുള്ള ഒരാൾക്ക് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ കാലത്തെയും മുസ്ലിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും. നജ്ജാഷി മരിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് പറഞ്ഞത്, അയൽ നാട്ടിൽ അദ്ദേഹം മരിച്ചതിനാൽ സ്വാലിഹായ, സൽവൃദ്ധനായ, വിശ്വാസിയായ നമ്മുടെ സഹോദരനായ ഒരാൾ മരണപ്പെട്ടതിനാൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നു എന്നാണ്. മുമ്പിൽ മൃതശരീരമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ മയ്യത്ത് നമസ്കാരങ്ങളൊന്നും നടത്തിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവിടെ ആ നജ്ജാഷി രാജാവ് മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞത് സദ്വൃത്തനെന്നും നമ്മുടെ സഹോദരനെന്നുമാണ്. അതല്ലാതെ ഒരു താഗൂത്തി ഭരണവ്യവസ്ഥയുടെ പരമാധികാര സ്ഥാനത്തിരുന്ന, അത് വിട്ടെറിയാൻ കൂട്ടാക്കാതിരുന്ന, ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് പലായനം ചെയ്യാതിരുന്ന ഒരു നിഷേധി എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചത്. അതിനാൽ
ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഭീകര പ്രസ്ഥാനം അതിന്റെ പ്രോപ്പഗണ്ട മെഷീനുകളിലൂടെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിക രാഷ്ട്രവാദത്തിന്റെയും പലായനത്തിന്റെയും അട്ടിമറിയുടെയുമെല്ലാം ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. അമുസ്ലിങ്ങളോടുള്ള ഭീകരമായ വിദ്വേഷത്തിന്റെ കഥ, ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് ഇസ്ലാമുമായോ ഇസ്ലാമിക ചരിത്രവുമായോ യാതൊരു ബന്ധവുമില്ല. ത്വായിഫിൽ നിന്ന് കല്ലേറുകൊണ്ട് മക്കയിലേക്ക് മടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയതുപോലും മുത്തൈം ഇബ്നു അദി എന്ന് പറയുന്ന ഒരു അവിശ്വാസിയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അഭയത്തിന്റെ തണുപ്പിലും തണലിലുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്രയാസകരമായ അനുഭവങ്ങൾക്ക് ശേഷം മക്കയിൽ ജീവിച്ചത് എന്നുമെല്ലാം പറയുമ്പോൾ എത്ര ഊഷ്മളമായ ഗാഠബന്ധങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുമായി ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമാണ്. നാം നമ്മുടെ നാട്ടിലുള്ള മുത്തൈം ഇബ്നു അദിയുമാരെ, നാം നമ്മുടെ നാട്ടിലുള്ള അബൂ ത്വാലിബുമാരെ, നാം നമ്മുടെ നാട്ടിലുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്തുമാരെ, നാം നമ്മുടെ നാട്ടിലുള്ള ഇബ്നു ദുഹിന്നമാരെ അവരെ മറക്കാതിരിക്കുക. അവരുടെ കൈകോർത്ത് പിടിച്ച് നൂറ്റാണ്ടുകളായി ഒരു സഹവർത്തിത്വത്തിന്റെ സംസ്കാരം നമ്മൾ ഇവിടെ പടുത്തുയർത്തിയിട്ടുണ്ട്. ആ സഹവർത്തിത്വത്തിന്റെ സംസ്കാരത്തിൽ വിള്ളൽ വീഴ്ത്താൻ നമ്മൾ ആരെയും അനുവദിക്കാതിരിക്കുക. ഇവിടെ കേരളത്തെ സാമുദായികമായി ധ്രുവീകരിക്കുക എന്ന ദൗത്യം വളരെ സുന്ദരമായി നിർവഹിക്കപ്പെടുന്നു ഇത്തരം ഓഡിയോ ക്ലിപ്പിങ്ങുകൾ വഴി. ഈ ഭീകര പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേര് വളരുമോ ഇല്ല എന്നതിനേക്കാൾ നമ്മൾ വളരെ ഭയാശങ്കകളോടുകൂടി നോക്കിക്കാണുന്ന കാര്യം ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കുമിടയിൽ വിദ്വേഷവും അകലവുമെല്ലാം ഉണ്ടാക്കാൻ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നിക്ഷിപ്ത താല്പര്യക്കാരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഇസ്ലാമല്ല, ഇത് പ്രവാചകന്റെ പാരമ്പര്യമല്ല, സഹാബിമാരുടെ പാരമ്പര്യമല്ല. ഇത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ പടച്ചുണ്ടാക്കിയ ഒരു വ്യാജ ഇസ്ലാമാണ്, ഒരു പ്രതി ഇസ്ലാമാണ്. അതിന് യഥാർത്ഥ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായ വൈജ്ഞാനികമായ പ്രാമാണികമായ ബോധ്യത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കുക. ആ ബോധ്യം സമൂഹത്തിന് കൈമാറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.